ബീഹാറിൽ രണ്ടാം തവണയും ഭരണമുറപ്പിച്ച NDA കേവല ഭൂരിപക്ഷം മറികടന്നു. ബീഹാറിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ്, ഇപ്പോഴെങ്ങനെയാണ് ലീഡ്? NDA തന്നെയാണോ മുന്നിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് മറ്റു പാർട്ടികളുടെ ലീഡൊക്കെ? ഉറപ്പിച്ചിരിക്കുന്നു NDA മുന്നണി എന്നുള്ളതാണ്. അതായത് രണ്ടാം തവണയും ഭരണത്തിലേക്ക് എത്തുകയാണ് NDA മുന്നണി എന്നുള്ള സൂചനകൾക്ക് തന്നെ, ശക്തമായ സൂചനകളിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നു. അത് 168 എന്നുള്ള സീറ്റ് നിലയിലേക്കാണ് NDA ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തൊട്ടുപുറകെ 71 സീറ്റുകളുമായി മഹാഗഠബന്ധൻ സഖ്യവുമുണ്ട്. കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച് മഹാഗഠബന്ധൻ സഖ്യത്തിന് ഏറെ സങ്കടകരമായ മണിക്കൂറുകൾ കൂടിയായിരിക്കും ഇനി അങ്ങോട്ടെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ 111 സീറ്റുകളുമായി മഹാഗഠബന്ധൻ സഖ്യം പ്രതിപക്ഷത്തിലേക്ക് എത്തിയെങ്കിൽ ഇത്തവണ 100 പോലും, ഈ ഒരു സമയം എത്തുമ്പോഴും 100 പോലും കടക്കാനായിട്ടില്ല മഹാഗഠബന്ധൻ സഖ്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതും കൂടിയുണ്ട്. അതോടൊപ്പം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി JDU കയറി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ആ ഒരു നില മാറി BJP വീണ്ടും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലേക്ക് എത്തി. BJPയുടെ നിലവിലെ സീറ്റ് എന്ന് പറയുന്നത് 77 ആണ്. 77 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് BJP. കഴിഞ്ഞ തവണ അത് 74 ആയിരുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ച് 3 സീറ്റിൻ്റെ ഒരു വർധനവ് ഈ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. തൊട്ടുപുറകെ NDA മുന്നണിയിൽ തന്നെയുള്ള നിതീഷ് കുമാറിൻ്റെ JDU 73 സീറ്റുകളുമായി മുന്നേറുകയാണ്. കഴിഞ്ഞ തവണ അത് 43 ആയിരുന്നു. അപ്പോൾ JDUവിനെ സംബന്ധിച്ച് JDU അവിടെ അല്ലെങ്കിൽ ബീഹാറിലെ NDA മുന്നണിയിൽ JDU ഒരു പവർ ഫാക്ടർ ആവുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ്. കാരണം കൂടുതൽ നെഗോഷിയേഷനിലേക്കൊക്കെ കടക്കാൻ നിതീഷ് കുമാറിന് സാധിക്കും. വേണ്ടി വന്നാൽ കേന്ദ്ര മന്ത്രിസഭയിൽ വരെ ഒരു സ്വാധീനം ചെലുത്താൻ ഈ ഒരു JDU മുന്നേറ്റത്തിന് സാധിക്കുമെന്നുള്ള നിലയിലേക്ക് എത്തുന്നു. JDUവിൻ്റെ ഈ ഒരു കുതിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വലിയ ഒറ്റകക്ഷിയായുള്ളത് RJD ആണ്. RJDക്ക് 47 സീറ്റുകളാണ്. അപ്പോൾ RJDയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 75 സീറ്റായിരുന്നു RJDക്ക്. ഇത്തവണ അത് 47ലേക്ക് കുറഞ്ഞിരിക്കുന്നു. എന്തായാലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് മാറ്റമൊന്നുമില്ല. 11 സീറ്റുകൾ തന്നെയാണ്, 11 സീറ്റുകളിലാണ് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ അത് 19 ആയിരുന്നു. അപ്പോൾ കോൺഗ്രസും തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ സഖ്യവും തകർന്നടിയുന്നൊരു സാഹചര്യം കൂടി കാണുന്നു. അല്ലെങ്കിൽ 100 കടന്നില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കൂറുമാറ്റത്തിലേക്കൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വലിയ രീതിയിലൊരു കൂറുമാറ്റം NDA മുന്നണിയിലേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതകൾ കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഒപ്പം പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി 2 സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് അത് നേരെ ഒരു സീറ്റായിരിക്കുന്നു. ഒരു സീറ്റിൽ ആണ് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും RJD പ്രതിപക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പ്രതിപക്ഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ആയിരിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം രഘോപൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. രഘോപൂർ മണ്ഡലത്തിലാണ് തേജസ്വി യാദവ് മത്സരിച്ചത്. അവിടെ ഒരു കുതിപ്പ് തുടരുന്നുണ്ട്. തേജസ്വി യാദവ് ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുതലുള്ള ആ കുതിപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല. ആ കുതിപ്പ് മുന്നോട്ട് തന്നെ പോവുകയാണ്. രഘോപൂരിൽ തേജസ്വി യാദവ് തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകാനിരുന്ന തേജസ്വി യാദവിന് പ്രതിപക്ഷ നേതാവാകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ബീഹാറിലുള്ളത്. അതായത് NDA മുന്നണി വലിയ രീതിയിലുള്ളൊരു കുതിപ്പ് തുടർന്നു. അവർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞ പോലെ, ആ ഒരു സ്വപ്ന പ്രഖ്യാപനം 160 സീറ്റുകളിൽ വിജയം നേടി NDA അധികാരത്തിൽ വരും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഏതാണ്ട് സത്യമാകാൻ പോകുന്നു എന്നുള്ള നിലയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. നിലവിൽ ആ സീറ്റ് നില എന്ന് പറയുന്നത് 173. NDA മുന്നണിക്ക് 173 സീറ്റുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. മഹാഗഠബന്ധൻ സഖ്യത്തിന് 66 സീറ്റുകളാണ്. മറ്റുള്ള പാർട്ടികൾക്ക് 4 സീറ്റുകളാണ്. ഇതോടൊപ്പം ഇതിൽ ഈ NDA മുന്നണിയിൽ തന്നെയുള്ള ചില സുപ്രധാന പാർട്ടികളുണ്ട്. അതായത് രാംവിലാസ് പാസ്വാന്റെ LJPക്ക് ഇപ്പോൾ 13 സീറ്റുകളാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. അതായത് കോൺഗ്രസിനേക്കാളും കൂടുതൽ സീറ്റുകൾ അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ലഭിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വേറൊരു ചർച്ചാ വിഷയമായി തന്നെ വെക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള
ഈ ജാതിപരമായ പല കാര്യങ്ങളുമുണ്ട്. പാസ്വാൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഏറെ നിർണായകമാണ്. അപ്പോൾ പാസ്വാൻ വിഭാഗത്തിൻ്റെ വോട്ട് ഏറെക്കുറെ ഈ LJPയിലേക്ക് പോയി, അല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ അനുകൂലമായി തന്നെ ആ വോട്ടുകൾ ചെന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നിരവധി പാർട്ടികൾ AMIM, അസദുദ്ദീൻ്റെ AMIMന് ഒരു സീറ്റിൽ AMIM ഉണ്ട്. ആ ലീഡ് മുന്നോട്ട് പോകുക തന്നെയാണ്. അതിനും വലിയ കാര്യമായ ഒരു മാറ്റമാണ്. ഇതിൽ ആ ഒരു സീറ്റ് തന്നെ, ആ സീറ്റിലെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു AMIM എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കുതിപ്പ് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ്. അതിൽ NDA മുന്നണിയിൽ നിതീഷ് കുമാറിൻ്റെ JDUവും ഇന്ത്യ മുന്നണിയിൽ RJDയും, തേജസ്വി യാദവിൻ്റെ RJDയുമാണ് അവിടെ ഒരു നിർണായക ശക്തികളായി തമ്മിൽ മത്സരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നോക്കുകയാണെങ്കിൽ മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള യുദ്ധം എന്നുള്ളതിലുപരി ബീഹാറിലേക്ക് എത്തുമ്പോൾ അത് നിതീഷ് കുമാറും തേജസ്വി യാദവും തമ്മിലുള്ള ഒരു മഹായുദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു മഹായുദ്ധത്തിൽ JDUവിൻ്റെ അമ്പ് കൊണ്ട് തേജസ്വി യാദവിൻ്റെ അല്ലെങ്കിൽ RJDയുടെ റാന്തൽ തകർന്നിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു വിവരം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ സഖ്യവും തകർന്നടിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാണുന്നത്. കൈ വിട്ടിരിക്കുന്നു കോൺഗ്രസ്, ബീഹാർ എന്നുള്ളത് ഒരു നിലയിലേക്കൊക്കെ എത്തുന്നു. റാന്തലിനെയും കൈയൊഴിഞ്ഞ് അമ്പിനൊപ്പവും അല്ലെങ്കിൽ അമ്പിനൊപ്പവും താമരയ്ക്കൊപ്പവും നിൽക്കുന്നു ബീഹാറിലെ ജനങ്ങൾ എന്നുള്ള സൂചനകൾ നൽകുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വോട്ട് നില. NDAക്ക് 175 സീറ്റുകളിൽ NDA